ഹായ് ഹായ് ഹലോ ഓക്കെ ഓക്കെ. ഞാനിവിടെ നിന്ന് വന്നിട്ടുള്ളത് ക്യാൻസർ അവയർനെസിന്റെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയൊരു പ്രോഗ്രാം ആയിട്ടാണ്. ഓക്കെ ഓക്കെ. നമ്മൾ പറയുന്ന സമയത്ത് ക്യാൻസർ എന്നുള്ള ഒരു രോഗം അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം പറയും പണ്ട് കാലങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അയ്യോ ഇനി രക്ഷപ്പെടില്ല എന്നുള്ളൊരു ചിന്താഗതിയുള്ള ആൾക്കാരാണ്. പക്ഷെ ഇപ്പൊ അതിന് ക്യൂർ ഉണ്ട്, നമുക്ക് നേരത്തെ ട്രീറ്റ് ചെയ്യാം. ഓക്കെ. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പല ആളുകൾക്കും ഒരു ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ പറയും ക്യാൻസർ ആണെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളെ മൈൻഡ് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഡ്രഗ്സ്, ആൽക്കഹോൾ, സ്മോക്കിംഗ് ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടാണെന്നാണ്. ഒക്കെ ശരിയാണ്, അതും ഒരു ഘടകം തന്നെയാണ്. പക്ഷേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കുഞ്ഞു കുട്ടികൾക്ക് ക്യാൻസർ വരുന്നത് എങ്ങനെ അറിയോ? ഇല്ല. ജനറ്റിക്സ് ജനറ്റിക്സ് നമ്മുടെ ജീവിത രീതി, നമ്മൾ എങ്ങനെ ജീവിക്കുന്നു, നമ്മൾ എന്തുകൊണ്ട് ജീവിക്കുന്നു എന്നുള്ള തോന്നൽ പോലും ഇല്ലാത്ത കുട്ടികൾ, പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ക്യാൻസർ വരിക എന്ന് പറയുന്നത് വളരെ ഭയങ്കര പ്രശ്നമാണ്. ഞാൻ അങ്ങനത്തെ ഒരുപാട് കേസുകൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. എൻ്റെ നാട്ടിലുള്ള ഒരു കുട്ടി ഇതേപോലെ തന്നെ പിഞ്ചു കുഞ്ഞ 4 മാസം പ്രായം ഉണ്ടായിരുന്നുള്ളൂ. ബ്ലഡ് ക്യാൻസർ ആയിരുന്നു, 3rd സ്റ്റേജ് ആയിരുന്നു. ഇവിടെ വന്നപ്പോഴത്തേക്ക് കഴിഞ്ഞു. അപ്പോ അതാ പറഞ്ഞത്, ഒരിക്കലും നമ്മളെ കുഞ്ഞു കുട്ടികൾക്ക് നമുക്ക് പ്രതീക്ഷ കൊടുക്കാൻ പറ്റില്ല. ഹോപ്പ് എന്നുള്ള കാര്യം അവരെ മനസ്സിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റില്ല. അതിനുകൂടി വേണ്ടിയാണ്, അതുകൂടിയാണ് ഞാൻ എൻ്റെ ഈ പ്രോഗ്രാം ഇവിടെ കൺവേ ചെയ്യുന്നത്. അതായത് ഇപ്പൊ ഒരു ക്യാൻസർ അഫക്റ്റഡ് ആളെന്ന് പറയുമ്പോഴത്തേക്കും അവരെ മനസ്സ് ഇതുപോലെ ബ്ലാങ്ക് ആവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആള് ഭയങ്കര ഡിപ്രസ്ഡ് ആവും. പല ആളുകളും ഞാൻ കണ്ടിട്ടുള്ള പല ആൾക്കാരും അങ്ങനെ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് ഇനി ജീവിതം മുന്നോട്ട് ഇല്ല എന്നുള്ളൊരു മനോഗതിയോടെ പോകുന്ന ആൾക്കാരാണ്. ഇതുപോലെ ബ്ലാങ്ക് ആയിരിക്കും. പക്ഷെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ മനസ്സിലേക്ക് കുറച്ച് നല്ല നിമിഷങ്ങൾ, വർണ്ണപ്പകിട്ടേറിയ നല്ല നിമിഷങ്ങളും അതുപോലെ തന്നെ ഒരുപാട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക, ഇതെല്ലാവരും ജസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫ് എന്ന് പറയുന്നത് ഇതുപോലെ കളർഫുൾ ആയിട്ട് മാറുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. അത് നമുക്ക് ക്യാൻസർ ബാധിച്ച ഒരാൾക്ക് ഇതേപോലെ പറഞ്ഞു കൊടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാം. അതായത് നമ്മളുടെ ഒരു മനോഗതിയാണ് അവരെ ഹോപ്പ് കൂട്ടുന്നത്. നമ്മൾ നോർമലായിട്ട് ബിഹേവ് ചെയ്യുക അവരുമായിട്ട്. നമ്മളെല്ലാവരും ചെയ്യുന്നതാണ്. അവർ ക്യാൻസർ എന്ന് പറഞ്ഞാൽ പല മാതാപിതാക്കളും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കുഞ്ഞു കുട്ടികളൊക്കെ വരുന്ന സമയത്ത് ക്യാൻസർ ഉള്ള ഒരാളായിരിക്കുകയാണെങ്കിൽ അങ്ങോട്ട് പോണ്ട എന്നുള്ള ഒരു മനോഭാവത്തോടെ പറയുന്ന ഒരു ടൈപ്പ് ഉണ്ട്. പലരും അങ്ങനെയാണ്, ഞാൻ പല ആളുകൾക്കും കണ്ടിട്ടുണ്ട്. ഓക്കെ. എനിക്ക് ഈ മാജിക്കിന് ഒരു ആളെ വേണം. ആരെങ്കിലും വാ. പേരെന്താ? ബിജിൻ. ഓക്കെ. ബിജിന് കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റുമല്ലോ? കുഴപ്പമില്ല. പാടാണോ? വേണമെങ്കിൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റും. ഫോൺ ഉണ്ടോ? ജസ്റ്റ് ഓപ്പൺ ചെയ്യാവോ? കാൽക്കുലേറ്റർ ഒന്ന് ഓപ്പൺ ചെയ്യാവോ? ഉണ്ട്. ഓക്കെ. ജസ്റ്റ് ഒരു 3 ഡിജിറ്റ് നമ്പർ പറയാവോ? 369 ഇൻറ്റു ഒരു നമ്പർ പറയാവോ? 696 ഇൻറ്റു ഒരു നമ്പർ പറയാവോ? 816 ഇൻറ്റു ഒരു നമ്പർ പറയാവോ? 626. ഓക്കെ. 626. നിങ്ങൾ പല ആളുകളും പല ടൈപ്പ് റാൻഡം ആയിട്ട് കുറെ നമ്പറുകൾ പറയുന്നുണ്ട്, റൈറ്റ്? ജസ്റ്റ് ഇതൊന്ന് ഈക്വൽ കൊടുക്കുമ്പോൾ ഈ നമ്പർ ജസ്റ്റ് ഒന്ന് വായിക്കാവോ ലൗഡ് ആയിട്ട്? 402200. റൈറ്റ്? ഞാൻ ആക്ച്വലി പ്രോഗ്രാം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇവിടെ ഞാൻ പ്രഡിക്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രഡിക്ഷൻ ജസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് 4022000. ഓക്കെ. ഈ നമ്പറിന് പ്രത്യേകമുണ്ട്. എന്താണെന്നറിയാവോ? ഈ നമ്പർ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതായത് ഈ 4/02/2000 ഇത് നമ്മൾ മന്ത് പോലെ, നമ്മൾ ഡേറ്റ് പറയുന്ന പോലെയാണെന്നുണ്ടെങ്കിൽ 4-ാം ദിവസം 2-ാം മാസം 2000, 4th February 2000. ഈ ഡേറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തിലെ ആദ്യമായിട്ട് ക്യാൻസർ അവയർനെസ് ഡേ ആചരിച്ച ദിവസം എന്ന് പറയുന്നത് 4th February 2000 ആണ്. അതിനനുബന്ധിച്ചാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ഈ സ്ഥലത്ത് ഇതിനു വേണ്ടി വന്നിരിക്കുന്നത്. റൈറ്റ്?